നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ സൂപ്പർ ഹ്യൂമൻ പവറുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഗന്ധർവന്മാരെ പറ്റി, അപ്സരസുകളെ പറ്റി, പിന്നെ കിന്നരന്മാരെ പറ്റിയും കിന്നരികളെ പറ്റിയും സംസാരിച്ചിരുന്നു. അതുകൂടാതെ യക്ഷന്മാരെ പറ്റിയും യക്ഷികളെ പറ്റിയും സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിംപുരുഷാസ്, പിന്നെ വാനരന്മാർ, പിന്നെ സുപർണ, ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ളവരെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് എല്ലാം ഒന്നിച്ച് കവർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, എന്നോട് കുറച്ച് പേര് ഒരു റിക്വസ്റ്റ് പറയുകയുണ്ടായി, കഴിയുന്നതും വീഡിയോ 5-6 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഒരു 10 മിനിറ്റിൽ താഴെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ യക്ഷന്മാരെ പറ്റിയോ അല്ലെങ്കിൽ ഗന്ധർവന്മാരെ പറ്റിയോ കിന്നരന്മാരെ പറ്റിയോ അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോ റെഫർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കിംപുരുഷാസിനെ പറ്റി പറയാം. കിംപുരുഷ എന്ന പേരിന് അർത്ഥം തന്നെ ഇത് മനുഷ്യനോ എന്നുള്ള ഒരു ചോദ്യം പോലെയാണ്. മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ തലയുള്ളവരുമായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ പവറുള്ള കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമ്മൾ കിംപുരുഷാസ് എന്ന് വിളിക്കുന്നത്. പുരാണങ്ങളിൽ പലരിടത്തും കിംപുരുഷാസിനെ പറ്റി പറയുന്നുണ്ട്. ഇവർ ബലവാന്മാരും ശക്തിമാന്മാരുമായിട്ടാണ് പറയുന്നത്. വലിയ യോദ്ധാക്കളാണ് കിംപുരുഷാസ്. അതിൽ കിംപുരുഷന്മാരിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയണമെങ്കിൽ നരസിംഹാവതാരം ഒരു കിംപുരുഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. വേറെയും ഒരുപാട് റെഫറൻസുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് അശ്വനി ദേവകളെ പറ്റിയിട്ടുള്ളതാണ്. ശരീരം മനുഷ്യന്മാരെ പോലെയും തല കുതിരകളെ പോലെയുമാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിംപുരുഷാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്. കിംപുരുഷന്മാരും കിന്നരന്മാരും ഓൾമോസ്റ്റ് സിമിലറാണ്. കിന്നരന്മാരെ പറ്റി പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ തലയും ഉടല് പക്ഷികളുടേത് അല്ലെങ്കിൽ കുതിരകളുടെ ഉടലുമായിട്ടാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യൻ്റെ ഉടലും സിംഹത്തിൻ്റെ തലയുമാണ്. അപ്പോൾ അത് ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കിന്നരന്മാരും അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാറ്റഗറികളുടെ എല്ലാവരും തന്നെ ഹാഫ് ബ്രദേഴ്സാണ്, അതായത് അർദ്ധ സഹോദരങ്ങളാണ്. അവരുടെയൊക്കെ അച്ഛൻ കാശ്യപമുനിയും അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷ പ്രജാപതിയുടെ മക്കളും ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അത് സുപർണ. സുപർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരവും പറക്കാൻ കഴിവുള്ളവരുമായിട്ടുള്ള ആൾക്കാരെയാണ് സുപർണമാരെന്ന് പറയുന്നത്. ഇവർക്ക് ഒരുപാട് ശക്തികൾ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ആകൃതി മാറ്റാൻ പറ്റും. ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നവരാണ്. അവർക്ക് പറക്കാൻ കഴിയും. വളരെ വലിയ യോദ്ധാക്കളാണ്. വളരെ പവർഫുൾ ഉള്ളവരായിട്ടാണ് സുപർണാസിനെ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സുപർണയ്ക്ക് ഉള്ളത് ഗരുഡനാണ്. ഗരുഡൻ ഒരു സുപർണ ആണ്. അപ്പോൾ പറക്കാൻ കഴിവുള്ള അതിബലവാന്മാരായിട്ടുള്ള ഷേപ്പ് ഷിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് സുപർണന്മാർ. അപ്പോൾ വേറൊരു കാര്യം, ഇവരെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 4th ഡയമെൻഷൻ ഉള്ളതാണ്. നമുക്ക് 4th ഡയമെൻഷനോ അല്ലെങ്കിൽ 4th ഡയമെൻഷനോ അതിന് മേലെ ഉള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് അവരെ സാധാരണഗതിയിൽ കാണാൻ പറ്റണമെന്നില്ല. കണ്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാനും പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് വാനരന്മാർ. വാനരൻ എന്ന വാക്കിൻ്റെ അർത്ഥം വനത്തിലുള്ള നരന്മാർ എന്നാണ്. വാനരൻ. ഓക്കെ, അതിനാൽ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് വാനരൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പല ടെക്സ്റ്റുകളിലും പറയുന്നുണ്ട്. ഇതിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹ്യൂമനോയിഡ്, അതായത് മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യനെ പോലെ സംസാരിക്കാനൊക്കെ കഴിവുള്ളവരായിരുന്നു. അതേസമയം അവർക്ക് കുരങ്ങന്മാരോടും സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു. അവർക്ക് വാലുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവരെ നമുക്ക് മനുഷ്യൻ്റെയും കുരങ്ങിനും ഇടയ്ക്കുള്ള ഒരു കണ്ണിയായിട്ട് പറയാം. അതായത് വാലറ്റുപോകാത്ത മനുഷ്യരായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ അവർക്ക് സൂപ്പർ ഹ്യൂമൻ പവറുള്ളവരായിരുന്നു. എന്ന് വെച്ചാൽ അവർ അതിശക്തവാന്മാരായിരുന്നു.
ഇപ്പം നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരാളായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാലിയെ പറ്റിയാണ്. ബാലി ഒരു വാനരനാണ്. അതേപോലെ തന്നെ വളരെ ശക്തിമാനാണ് സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ. അപ്പോൾ വളരെ ശക്തിയുള്ള പല കഴിവുള്ളവർ, അത് ഷേപ്പ് ഷിഫ്റ്റേഴ്സാണ്. അവർക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും, വലുതാകാനും ചെറുതാകാനും പറ്റും. പിന്നെ പറക്കാനുള്ള കഴിവുള്ളവരുണ്ട്. ഹനുമാന് പറക്കാനുള്ള കഴിവുണ്ട്. ഹനുമാൻ ആക്ച്വലി പറക്കുകയല്ല ചെയ്യുന്നത്, വളരെ ദൂരത്തേക്ക് ചാടുകയാണ്. അദ്ദേഹത്തിൻ്റെ ചാട്ടം ഒരുപാട് ദൂരത്തേക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അദ്ദേഹം പറക്കാൻ കഴിവുള്ള വാനരനായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ശക്തിയുള്ള ഒരു വാനരനായിരുന്നു ഹനുമാൻ. ഇവരുടെ ജീവിത ദൈർഘ്യത്തെപ്പറ്റി പറയുകയാണെങ്കിലും ഒരുപാടധികം ജീവിത ദൈർഘ്യമുള്ളവരായിട്ടാണ് വാനരന്മാരെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ വാനരന്മാരെയും നമുക്ക് കാണാൻ കഴിയണമെന്നില്ല, അത് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം അവരെല്ലാം വേറെ ഒരു ഡയമെൻഷനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ഈ ഡയമെൻഷനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ ഡയമെൻഷനെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം സംസാരിച്ചിരിക്കുന്നത് വാനരന്മാരെ പറ്റി, സുപർണന്മാരെ പറ്റിയും കിംപുരുഷസിനെ പറ്റിയാണ്. ഇനി നമ്മൾ നാഗകളെ പറ്റി പറയാനുണ്ട്, പിന്നെ വിദ്യാധരാസിനെ പറ്റി പറയാനുണ്ട്, സുരാസ്, അസുരാസ്, ദൈത്യ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഇനിയും നമ്മൾ സംസാരിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിലൂടെ കവർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.